വളരെ നല്ലതാണ്. സാധാരണ നമ്മൾ കാണുന്ന ഈ ടൈപ്പ് മൂവി വളരെ ഡിഫറെൻ്റ് ആണ്. ഈ ഒരു സിനിമ എടുക്കാൻ കാണിച്ചത് അദ്ദേഹത്തിൻ്റെ ധൈര്യവും തന്നെയാണ്. നല്ല രീതിയിൽ നല്ല ഡയറക്ഷൻ സൂപ്പറാണ്. പിന്നെ ഓരോ ഫ്രെയിംസും എല്ലാം കൊണ്ട് സൂപ്പറാണ്. നന്നായി ഇഷ്ടപ്പെട്ടു. കുറച്ച് സ്ലോ മൂവിയാണ്. പിന്നെ നമ്മൾ സാധാരണ പോലെയുള്ളൊരു ഈ നാടോടിക്കഥ അങ്ങനെയൊക്കെയുള്ളൊരു മൂവിയാണ്. പക്ഷെ നല്ലതാണ്. അദ്ദേഹത്തിന്റെ മൈൻഡിൽ ഇങ്ങനെയുള്ളതൊക്കെയാണല്ലോ. ഒരു കുട്ടികളുടെ മൈൻഡുള്ളവർക്കാണെങ്കിൽ ഭയങ്കര എന്താ പറയുക, വലിയ ഇപ്പോഴും നമ്മൾ സാധാരണ കാണുന്ന മൂവിയായിട്ട് കാണാനല്ല, ഒരു കുഞ്ഞിന്റെ മനസ്സോടിരുന്ന് കാണാനും അങ്ങനെയാകുമ്പോൾ നല്ല അടിപൊളി. എനിക്കിഷ്ടമായി. നല്ലതാ. അദ്ദേഹത്തിന്റെ ഫസ്റ്റ് അറ്റംപ്റ്റ് ഡയറക്ടർ എന്നുള്ള രീതിയിലും സൂപ്പർ. ടെക്നിക്കലി സൂപ്പറാണ്. നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. മൊത്തത്തില് മിത്താണ്. പ്രത്യേകിച്ച് ലോജിക്കൊന്നും നോക്കേണ്ട ആവശ്യമില്ല. ഫാന്റസിയാണിത്. ജിജു ബിനോസൊക്കെയാണ് ആദ്യം കൊണ്ടുവന്നത്. പുള്ളിയിലുണ്ടായിരുന്നെങ്കിൽ കുറച്ച് നന്നായാണ്. ജിജു ബിനോസ് ആദ്യം പിന്മാറി, പിന്നെ ആന്റി പിന്മാറി വന്നു പറഞ്ഞപ്പോഴാണ് എൻ്റെ പ്രതീക്ഷ മുഴുവൻ പോയത്. എന്തായാലും നല്ലൊരു ബ്രേവ് മൂവാണ്. പക്ഷേ ഡയറക്ഷൻ നന്നായിട്ടുണ്ട്. സന്തോഷ് ശിവൻ, രാജീവ് കുമാർ എല്ലാവരും സപ്പോർട്ടുണ്ട്. പക്ഷെ പടം അവസാനം കാണുമ്പോൾ ഒരു കോമഡി പോലെ ആയി. ഫസ്റ്റ് ഹാഫ് വളരെ മോശം, ഒരു രക്ഷയില്ല. സെക്കൻഡ് ഹാഫ് നന്നായിട്ട് പോയിട്ടുണ്ട്. പക്ഷെ എങ്കിൽ കൂടി ലാലേട്ടൻ്റെ ഒരു ഫസ്റ്റ് അറ്റംപ്റ്റ് അല്ലേ ആണ്. പക്ഷേ ഇതാ കൊമേഴ്സ്യലൈസ് ചെയ്യാൻ പോയ പ്രശ്നമായതാ. ജിജു ബിനോസാണെങ്കിൽ ഫസ്റ്റ് ഹാഫിൽ ആന്റി പിന്മാർ അവിടെ എന്ത് മോശമാണ്. ആ ഒരു കോട്ടൺ ചൂട്ടിലോട്ട് എന്ത് കോമാളി വേഷം ചെയ്തിട്ടുണ്ട്. സൂപ്പറായിരുന്നു. ഉണ്ടയാണ്. ഇതെന്തോ അന്ധവിശ്വാസമാണ്. ഇയാൾ വന്നു കഴിഞ്ഞാൽ ആന്റി പിന്മാർ അഭിനയിച്ച് കഴിഞ്ഞാൽ പടം ഹിറ്റാവും. എന്തോ അന്ധവിശ്വാസം. വളരെ ബോറായിട്ട് കാണിച്ചിരിക്കുന്നത്. ഫസ്റ്റ് ഹാഫ് ഒരു ഗുണമില്ല. സെക്കൻഡ് ഹാഫ് അല്ല. സെക്കൻഡ് ഹാഫ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. സെക്കൻഡ് ഹാഫ് പോലെ ഫസ്റ്റ് ഹാഫ് ഉണ്ടാക്കാൻ അങ്ങനെയാണ് നന്നായിട്ട് പോയാണ്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ അന്ന് നേരത്തെ പറഞ്ഞാണ് ഇത് വേറെ ലെവലാകും. ട്രെയിലർ കണ്ടിട്ട് ഒരു പടത്തിനെ വിലയിരുത്തൽ ഞാൻ ആദ്യമേ പറഞ്ഞു എല്ലാവരോടും. അതുമല്ല, ഒരു ലാലേട്ടൻ എന്ന് പറഞ്ഞ കംപ്ലീറ്റ് ആക്ടർ തന്നെ. കാരണം പാട്ട് പാടും, ഡാൻസ് കളിക്കും, സ്റ്റണ്ട് ചെയ്യും. ഇത് ഇപ്പൊ സംവിധാനം ചെയ്തേക്കും. സത്യം പറഞ്ഞാൽ പുള്ളി ആദ്യമായിട്ട് ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് അത്ഭുതപ്പെടുത്തിയത് ഈ ARM ഡയറക്ടർ ഫസ്റ്റ് പടം തന്നെ 3D. അതിനുശേഷം ലാലേട്ടൻ ഇത്ര വർഷം എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ്. അദ്ദേഹത്തിന് വേണം വേറൊരു മാസ് പടം ചെയ്യാം. പക്ഷെ ഇത് എല്ലാവർക്കും എക്സ്പീരിയൻസ് ചെയ്യാനുള്ള രീതിയിൽ അത് മലയാള സിനിമ എന്ന് പറയത്തില്ലെന്ന്. അതേപോലത്തെ രീതിയിലാണ് ചെയ്തു വെച്ചേക്കുന്നത്. മലയാള സിനിമയാണെന്ന് പറയത്തേ ഇല്ല. അതേപോലത്തെ രീതിയിലാണ് 3D ഒക്കെ ചെയ്തു വെച്ചേക്കുന്നത്. സത്യം പറഞ്ഞുണ്ടല്ലോ, ഈ ഇന്റർവെല്ല് കഴിഞ്ഞിട്ടൊരു പാട്ടുണ്ട്. എൻ്റെ മോന് എന്തു വൈറ്റോ, ഈ കടലിൻ്റെ അടിയിൽ പോയിട്ടൊരു സാധനമുണ്ട്. ചില സമയത്ത് അവളെ 3D എഫക്റ്റ് ഒക്കെ ഇങ്ങനെ വന്നിട്ട് നമ്മളിങ്ങനെ അങ്ങ് ഞെട്ടിപ്പോവും. അതേ രീതിയിലുള്ള സംഭവം. സത്യം പറഞ്ഞാൽ ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ അത് ഞാൻ പറഞ്ഞില്ല, ആർട്ട് ഡയറക്ടർ ചെയ്തത് സന്തോഷ് രാമൻ സാറാണ്. എനിക്ക് അറിയാവുന്ന സാറാണ്. ഗംഭീരം എന്ന് പറഞ്ഞാൽ അതിഗംഭീര ഫ്രെയിമുകൾ, ചില ഷോട്ടുകളൊക്കെ കാണാം, പോകുന്ന രീതി, ആ ഡിസൈൻ ചെയ്തേക്കുന്നുണ്ടല്ലോ. പിന്നെ ഈ പാമ്പ് ഇങ്ങനെ തലയിൽ കൂടി ഇങ്ങനെ പോകുന്ന സാധനമുണ്ട്. എൻ്റെ പൊന്നോ, സത്യം പറഞ്ഞുണ്ടല്ലോ, ലാലേട്ടൻ ആ തൊപ്പി വെച്ച് വരുന്ന ഒരു സാധനം ഉണ്ടല്ലോ. സത്യം പറഞ്ഞാൽ ദേവദൂതൻ്റെ അതേ ലുക്ക് പഴയ ലാലേട്ടൻ തിരിച്ചു വന്നപോലെ എനിക്ക് തോന്നിപ്പോ. ഭയങ്കരമായിട്ട് കണ്ണ് നിറഞ്ഞു പോയി. സത്യം പറഞ്ഞാൽ അതേപോലെ ആണ്. സത്യം പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് കുറേ ആൾക്കാർ ഈ നെഗറ്റീവ് പറയുന്നുണ്ട്. ഞാൻ ആദ്യമേ പറഞ്ഞൊരു കാര്യമുണ്ട്, രാഷ്ട്രീയ മതമൊക്കെ എടുത്ത് മാറ്റി വെക്ക്, എന്നിട്ട് ഇത് കലാപരമായിട്ട് ഈ സംഭവം കണ്ടു നോക്കും. ഫാമിലി ഏറ്റെടുത്തു. ആദ്യമേ പറഞ്ഞ കാര്യമുണ്ട്, ഇത് കുട്ടികൾക്ക് വേണ്ടിയുള്ള സിനിമയാണ്. സത്യം പറഞ്ഞാൽ എനിക്കിപ്പോൾ 25 വയസ്സുണ്ട്. ഞാനൊരു 10-12 വയസ്സിലേക്ക് അങ്ങ് പോയി. കാരണം അതേപോലെ ഒരു നൊസ്റ്റു അടിക്കുന്ന രീതിയിലാണ് ഈ സംഭവം ചെയ്തത്. ഒരുപാട് സന്തോഷമുണ്ട്. പടം ക്രിസ്മസ് തൂക്കിയല്ലോ, ഇനി പറയേണ്ട കാര്യമില്ലല്ലോ. ക്ലബിലേക്ക് അതൊക്കെ മേലെ പോകും. അതേപോലത്തെ രീതിയിലല്ലേ ചെയ്തു വെച്ചേക്കുന്നത്. സത്യം പറഞ്ഞാൽ ലാലേട്ടൻ ഫസ്റ്റ് 3D എന്ന് പറഞ്ഞാൽ അത് സമ്മതിച്ച് കൊടുത്തേ പറ്റത്തുള്ളൂ. ഫസ്റ്റ് ഒരു പടം 3D പടം ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് പ്രൊഡ്യൂസ് ചെയ്യാമെന്ന് ആന്റണി സാറിന് എല്ലാവരും ആ ഒരു ധൈര്യം അത് ഞാൻ അംഗീകരിച്ചു. അത് ഭയങ്കര സംഭവം കേട്ടോ. ആന്റണി സാറിന്റെ പെർഫോമൻസ് എങ്ങനെയാണ്? കോമഡി നല്ല ജസ്റ്റ് സാധനമാണെങ്കിലും പുള്ളി ആ രീതിയിൽ ചെയ്തെടുത്ത് കേട്ടോ. പിന്നെ നമ്മൾ അഞ്ജന മോഹൻ ഇല്ലേ, പുള്ളിക്കാരി ഉണ്ടായിരുന്നു. പുള്ളിക്കാരിയുടെ റോള് ഡയലോഗ് ഇല്ലെങ്കിലും പുള്ളിക്കാരിയുടെ സ്ക്രീൻ പ്രസൻസ് നന്നായിട്ടുണ്ട്. പുള്ളിക്കാരി ചെറിയ വേഷമൊക്കെ ചെയ്ത് വരുന്നുണ്ട്. എല്ലാവരും നന്നായിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് അഭിനയിച്ചേക്കുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ മറ്റേ ഒരു മന്ത്രവാദി അമ്മായിയായിട്ട് അഭിനയിച്ച ഒരു പുള്ളിക്കാരി ഉണ്ട്. എൻ്റെ പൊന്നു എന്തോ പെർഫോമൻസ് അവരൊക്കെ, എന്തോ അടിപൊളി. സത്യം പറഞ്ഞാൽ ഇതിൻ്റെ കാസ്റ്റിംഗ് ആണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു മാറ്റം കൊണ്ടുവന്നത്. കാരണം പറഞ്ഞാൽ അധികം മലയാളികളില്ല, മൊത്തം പുറത്തുനിന്നുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് നമുക്ക് മലയാള സിനിമയാണെന്ന് വിശ്വസിക്കാൻ പറ്റത്തില്ല. ആ രീതിയിലാണ് ചെയ്തു വെച്ചേക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇത് കാണണം. ക്രിസ്മസിന് സത്യം പറഞ്ഞാൽ മാർക്കോയ്ക്ക് ശേഷം റൈഫിൾ ക്ലബ്ബ് ഇപ്പം ബറോസ് 6 ആണ്ടുകയാണ്. ഓക്കെ.